എല്ലാവരും പറയുന്നത് ആൽഗോരിതം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെയാണ്. പക്ഷെ യഥാർത്ഥ പ്രശ്നം ആൽഗോരിതം അല്ല. നിങ്ങൾ കാണാതെ പോകുന്ന നിങ്ങളുടെ കണക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഡാറ്റയാണ്. എന്താണ് വർക്കാവുന്നത്, എന്താണ് വർക്കാവാത്തതെന്ന് ഇൻസ്റ്റഗ്രാം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. മിക്ക ക്രിയേറ്റേഴ്സും നോക്കുന്നത് ആകെ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട്. വ്യൂസ്, ലൈക്സ്, പിന്നെ ഫോളോവേഴ്സ്. പക്ഷെ അവർ കാണാതെ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിലേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഏത് റീൽ വഴിയാണ് യഥാർത്ഥത്തിൽ ഫോളോവേഴ്സ് കൂടുതൽ വന്നത്, ഏത് ആണ് കൂടുതൽ പേര് സേവ് ചെയ്തത്, ഏത് റീലാണ് ആളുകൾ പെട്ടെന്ന് സ്കിപ്പ് അടിച്ചു വിട്ടത്, ഇതൊന്നും നോക്കാത്ത കൊണ്ടാണ് പലർക്കും ഗ്രോത്ത് ഒരു ലോട്ടറി പോലെ അല്ലെങ്കിൽ ഒരു ലക്ക് പോലെയൊക്കെ തോന്നുന്നത്. ഇതറിയാന് വേറെ ആപ്പോ വേറെ കുറെ സംഭവങ്ങളോ ഒന്നും വേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റഗ്രാമിന്റെ എഡിറ്റ്സ് ആപ്പിന്റെ ഇൻസൈറ്റ്സ് ഡാഷ്ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഇൻസൈറ്റ്സ് ഡാഷ്ബോർഡ് എടുത്താൽ മതി. ഓരോ റീലും തുറന്നു നോക്കുന്നതിന് പകരം എല്ലാം ഒരൊറ്റ ഡാഷ്ബോർഡിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കൃത്യമായി കാണാം ഏത് റീലിനാണ് ഏറ്റവും കുറവ് സ്കിപ്പ് റേറ്റ് ഉള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഏത് റീലാണ് കൂടുതൽ പേര് സേവ് ചെയ്തത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഓഡിയൻസിന് എന്ത് കണ്ടന്റ് ആണ് വേണ്ടത് എന്നുള്ളത്. ഇനി ഇൻഡിവിജ്വലി ഓരോ റീലും നമുക്ക് എടുത്തു നോക്കാൻ ഇവിടെ പറ്റും. അങ്ങനെ എടുത്തു നോക്കിയാൽ എത്ര പേര് പാതി വഴിയിൽ നിർത്തിപ്പോയി, എത്ര സമയം കണ്ടു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നിലധികം കാര്യങ്ങൾ, അതായത് ലൈക്സിലും സേവിലും ഷെയറിലും റീപോസ്റ്റിലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന റീൽസ് ആണ് ഏതാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇപ്പോഴത്തെ റിയൽ ഇൻസ്റ്റഗ്രാം സ്ട്രാറ്റജികൾക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടിപ്സിനായിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു. കാര്യങ്ങൾ ഞാൻ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് നമുക്ക്, അല്ലെങ്കിൽ റിട്ടൻഷൻ ഗ്രാഫ് എന്ന് പറയും. ഏത് സെക്കൻഡിലാണ് നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് എന്ന് ഈ ഒരു ഗ്രാഫ് പറഞ്ഞു തരും. ഗ്രാഫ് തുടക്കത്തിൽ തന്നെ താഴോട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഹുക്ക് പോരാ എന്നുള്ളതാണ്. ആളുകൾ കൂടുതൽ സമയം നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ആ വീഡിയോ കുറച്ച് നാളത്തേക്ക് കൂടെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. പഴയ വീഡിയോസിനൊക്കെ കുറച്ചുകൂടെ റീൽസ് നമുക്ക് വ്യൂസ് ഒക്കെ വന്നിട്ട് ചിലപ്പോൾ ഒരു വൈറലൊക്കെ ആവുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ട്. വെറുതെ സ്ക്രോൾ ചെയ്തു പോവാതെ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ.